got time and she knows what to figure out. This ain't in a dream, a place where it seems that love will come around. So don't stay, you'll regret it all too much. ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. സോ ഇന്ന് എനിക്ക് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഞാൻ 5 മണിക്കാണ് എണീക്കാറ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സോ സാറ്റർഡേ എനിക്ക് 7 അവിടെ എത്തേണ്ടത്. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കുള്ളൂ. അല്ലാണ്ട് വീക്ക് ഡേയ്സൊക്കെ ആണെങ്കിൽ 6:30 അവിടെ എനിക്ക് എത്തണ്ടേ. അപ്പോൾ ഒരു 4:15 മാക്സിമം 4:30 ഞാൻ എണീക്കും. അപ്പോൾ അങ്ങനെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ എണീറ്റു. എൻ്റെ ബ്രഷിങ് പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കാവേരിനെ ഞാൻ കുത്തിപ്പൊക്കി. ഞാനും കാവേരിയും നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്തുല്ലോ. അപ്പോൾ ഞാനും കാവേരിയും റൂം ഷെയറിങ് ആണ്. അപ്പോൾ അതെ അവളെ ഞാൻ കുത്തിപ്പൊക്കി. അവളിപ്പോൾ പല്ലേക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഓട്സാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ലഞ്ച് പാക്ക് ചെയ്യണം. ലഞ്ച് ഇന്ന് പുട്ടും മുട്ടക്കറിയാണ്. മുട്ടക്കറി ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച്. പുട്ടിപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഉണ്ടാക്കും. അപ്പം അത് പാക്ക് ചെയ്യണം. പിന്നെ ഡ്രസ്സ് മാറണം. സ്കിൻ കെയർ പരിപാടി. നമ്മുടെ ബസ് 6:22 അപ്പോഴേക്കും നമുക്കിവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അപ്പം അതാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. അപ്പം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാക്ക് ചെയ്യാം. ഓക്കെ. സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഓട്സ് പൊതുവെ പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതിനകത്ത് ഓട്സ് ഡയറക്റ്റ് ഇട്ടിട്ട് അത് ഓവനിലാണ് ഉണ്ടാക്കാറ്. ഓവനിൽ ഒരു 3 മിനിറ്റ്സ് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഓട്സ് റെഡിയായി കിട്ടും. നമുക്ക് ഓവനിൽ വയ്ക്കാം. സോ കാവേരി വന്നിട്ടുണ്ട്. എന്തിന്? പുട്ടുണ്ടാക്കാൻ. പുട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഓള് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറും. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കും. എൻ്റെ കണ്ടോ എൻ്റെ ഓട്സ് കാണാൻ പറ്റുമെന്നല്ല, ഞാൻ കാണിച്ചു തിന്നുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഓട്സിൽ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് ഒഴിക്കണം. ഇനി കുറച്ച് ഹണി ഒഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് ഓട്സ് കുടിക്കാം. അപ്പോഴേക്കും അതിൻ്റെ ചൂട് കുറച്ച് മാറി കിട്ടും. പുട്ടാവുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നു. നമുക്ക് പുറത്ത് ഇന്നത്തെ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കാം. ഇന്നൊരു മൂടിയ ക്ലൈമറ്റാണെന്ന് തോന്നട്ടാ. കുറച്ചൊരു മഴക്കാറ് വൈബ് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഞാൻ ഇത് തുറക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ മഴക്കാറ് വൈബാ. ഇങ്ങനെയായിരിക്കണേ. തണുപ്പ് ചെറിയ തണുപ്പേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി എനിക്കിന്ന് രാവിലെ ചൂടെടുത്തായിരുന്നു ഉറക്കത്തിൽ. ഞാനിപ്പോൾ സമയം നോക്കിയപ്പോൾ 3 സംതിങ് എന്തോ ആയിട്ടുള്ളൂ. ചൂടെടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 21-25 ഡിഗ്രി ഒന്നും ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സമ്മർ ഇങ്ങനെ കഴിയണു. ഓട്ടം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. അപ്പോൾ ഇവിടുത്തെ ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആയിരിക്കും നാട്ടിൽ നമ്മളെ ടെമ്പറേച്ചർ ഇതിലും ഹൈ ആണല്ലോ. അപ്പം ആ ചൂട് ഞാൻ സഹിച്ചതാണല്ലോ. ഇവിടുത്തെ ചൂട് എന്താ സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ. എനിക്കൊന്നും ഇവിടുത്തെ ചൂട് ആ ഒരു ടെമ്പറേച്ചറിലും ഭയങ്കര ശക്തിയുള്ള ചൂടാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് ഇപ്പം പറയായിരുന്നു ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചൂട് സഹിക്കാമെന്ന്. ഓക്കെ, കഥ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ഞാൻ പോയിട്ട് എൻ്റെ സ്കിൻ കെയറും മുടിയെല്ലാം കെട്ടട്ടെ.
നോക്കിയൊക്കെ ഡയറക്റ്റ് ഇടാൻ പറ്റില്ല. ആഹാ, നല്ല ആവി പറക്കുന്ന പൊട്ട്. ആ ചില്ലെടുക്ക്. മുട്ടക്കറി എടുത്താ ഇല്ല. സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഓട്സ്. ഇതെൻ്റെ ലഞ്ചും. എന്തിനാണ് അവൾ ഇത്ര കറി വാരിയിട്ടത്? ഞാൻ ഇത്ര കറി കൂട്ടൊന്നുമില്ല. അപ്പം ഇതെടുത്ത് വെക്കട്ടെ ലഞ്ച്. പെട്ടെന്ന് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. സോ ആദ്യം ഞാൻ മുഖം നേരത്തെ വാഷ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് സ്നീൽ മിസ്സിനിടാം. പിന്നെ നമുക്ക് സെറാവയുടെ ഒരു മോയ്സ്ചറൈസർ ഇടാം. പിന്നെ നമ്മുടെ സ്ഥിരം സൺസ്ക്രീനായ ലാഷ് ഷീൽഡ്. ഈ ട്യൂബ് തീർന്ന്. ഓക്കെ, ഇനി ഒരു ലിപ് ബാമും കൂടിയിട്ട് എൻ്റെ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞ്. ലിപ് ബാം പക്ഷേ ഞാനിനി ഓട്സ് കഴിച്ചിട്ടേ ഇട്ടുണ്ടാവുള്ളൂ. നമുക്ക് മുടിയും കൂടെ കെട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. പിന്നെ ഓട്സ് കഴിക്കണു, ലിപ് ബാം ഇടുന്നു, ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നു. നമുക്ക് മുടിയും കൂടെ ഒന്ന് കെട്ടിയേക്കാം. മുടി ലൂസായി പോയല്ലോ. കുഴപ്പമില്ല, ഇത്രക്ക് മതി. നമുക്ക് പെർഫ്യൂം കൂടെ അടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഈറ്റ്. ഞാൻ ഓട്സ് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലായിട്ട് ഉണ്ടാക്കാം. അപ്പം എനിക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കഴിക്കാനല്ലോ. ഇപ്പം എൻ്റെ സമയം ഇന്ന് ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ടേ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കുടിച്ചിട്ട് പോവാം. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമുക്ക് വൈറ്റമിൻ്റെ ടാബ്ലറ്റും കൂടെ കഴിച്ചേക്കാം. മൾട്ടി വൈറ്റമിൻ. ഒരാൾ ഫിറ്റ് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ലിപ് ബാം ഇടുന്നു. ലിപ് ബാം ഇട്ടു. നമുക്ക് പെട്ടെന്ന് ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടാം. കഴിഞ്ഞു, രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. സമയമായോ പോവാൻ? ഇല്ല, 6-7 ആയിട്ടുള്ളൂ. ഞാൻ വെച്ച് ലേറ്റായിരുന്നു. സമയമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിരുന്നിട്ട് ഒരു 6:22 ബസ്. അപ്പം തൊട്ടപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളൊരു റിസ്ക് എടുക്കൂല, 6:20 ഇറങ്ങിയാൽ മതി. ശരിക്കും നമ്മളൊരു 6:18 ആകുമ്പോൾ ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഉള്ള ലുക്ക്. അയ്യോ, ഓഫീസല്ല, സോറി, മറന്നുപോയി. പാർട്ട് ടൈം സൂപ്പർ മാർക്കറ്റ്, അവിടെ പോകുമ്പോഴുള്ള എൻ്റെ ഒരു ലുക്കാണിത്. ഇതാണ് എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ പരിപാടി. അത്രേ ഉള്ളൂ. പിന്നെന്താ, ഇനി ആടെ പോയിട്ട് പണിയെടുക്കാം. എന്താ, പണിയെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. ബിക്കോസ്
റെസ്ട്രിക്റ്റഡ് ഒന്നുമല്ല, നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്, അധികം യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്ന വീഡിയോസ് എടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അവിടെ പോയിട്ട് എന്താ പണി? ഇപ്പോൾ പോയ ഉടനെ കുക്കിംഗ് തുടങ്ങണം, ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അധികം തിരക്കില്ലാത്ത ദിവസമാണ്. അപ്പോൾ കുറച്ച് കുക്ക് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്? ആക്ച്വലി ഭയങ്കര കുക്കിംഗ് അല്ല, നമ്മൾ ഓവനിലിട്ടിട്ട് കറക്റ്റ് ടെമ്പറേച്ചറിൽ അത് ആക്കി കുക്ക് ചെയ്തെടുക്കണം, അതാണ് പരിപാടി. അപ്പം ലിങ്ക് സോസേജസ് കുക്ക് ചെയ്യണം, ലോൺ സോസേജസ് കുക്ക് ചെയ്യണം, പിന്നെ ഹാഗീസ് ബ്ലാക്ക് പുഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്കറിയില്ലായിരുന്നു. ഞാനിവിടെ പോയപ്പോഴാണ് ഇതൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഹാഗീസ് എന്ന് പറയുന്ന സാധനേ നമ്മുടെ എന്തിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത്? ഷീപ്പിൻ്റെ ലൈക്ക് ഈ അവയവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ലങ്സ്, കുടല്, മറ്റേ അല്ല കുടലും ലങ്സ് ഒന്നാണോന്ന്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരച്ചിട്ടുള്ള ഒരു സാധനം എന്തുവാ. പിന്നെ ഈ ബ്ലാക്ക് പുഡിംഗ് എന്ന് പറയുന്നത് ഏതോ അത് തുറക്കുമ്പോഴേ ഇത് ഷെയ്ക്ക് ആവുന്നു. പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ തന്നെ എന്റെ വീഡിയോ കൈ വരും. എന്റെ ചീപ്പാ ഏതെങ്കിലും. ഓക്കെ, അപ്പം ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? ബ്ലാക്ക് പുഡിംഗ് എന്ന് പറയുന്ന സാധനം ഇതുപോലെ എന്തോ ഷീപ്പിൻ്റെ എന്തോ തന്നെ അതിൻ്റെ ബ്ലഡും അങ്ങനെ എന്തൊക്കെ വെച്ചുണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെയൊക്കെ സ്മെല്ല് ആദ്യം അടിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു. ഇപ്പം പിന്നെ അത് അടിച്ചടിച്ച് ശീലമായി. പിന്നെ ബേക്കൺ ഉണ്ടാക്കണം, ഹാഷ് ബ്രൗൺസ് ഉണ്ടാക്കണം, മഫിൻസ് ഉണ്ടാക്കണം, പിന്നെന്താ ഞാൻ ലൈക്ക് ചീസ് ആൻഡ് ബേക്കൺ ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട്, അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. പിന്നെ കുറേ പൈസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടാക്കി കറക്റ്റ് ടെമ്പറേച്ചറിലാക്കി എടുക്കണം. അപ്പോൾ ഇന്നിപ്പം 7 മണിക്കാണ് എനിക്ക് അവിടെ എത്തേണ്ടത്. 8 മണിക്കേ ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ. യൂഷ്വൽ വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ 6:30 എത്തണം, 7 ഷോപ്പ് ഓപ്പൺ ആവും. അപ്പോൾ ഈ വീക്ക് ഡേയ്സിൽ ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുക്കിങ്ങും ആൾക്കാർ വരുമ്പോൾ ടില്ലി നിൽക്കണം, അങ്ങനത്തെ ബില്ലിങ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ രാവിലെ ഒടുക്കത്തെ തിരക്കാം. പക്ഷെ ഇന്ന് കുറച്ച് കാം ആൻഡ് ക്വയറ്റാണ്. യൂഷ്വലി സാറ്റർഡേ സൺഡേസ് ഭയങ്കര ക്വയറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ പോയിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, നോക്കാം. പിന്നെ കുക്കിംഗ് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ടില്ലിൽ കുറച്ച് നേരം ആൾക്കാർ ആ സമയത്ത് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും. പിന്നെ ഉച്ച ഒരു 11 ആകുമ്പോൾ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ലഞ്ചും ബർഗേഴ്സ് ഉണ്ടാക്കണം, ചീസ് ബർഗർ, ചിക്കൻ ബർഗർ, പിന്നെ ചിക്കൻ സ്ട്രിപ്സ്, ചങ്ക്സ്, വിങ്സ്, പോപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടാക്കണം. പൊട്ടറ്റോ വെജീസ് ഒക്കെ ഉണ്ടാക്കണം. പിന്നെ പിന്നെ ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ യൂഷ്വലി ലഞ്ച് കഴിക്കും. പിന്നെ 3 മണി വരെയാണ് എൻ്റെ ഷിഫ്റ്റ് ഇന്ന്. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി പറയാം കേട്ടോ. ഈ മാഡം എന്തിനാണ് എൻ്റെ കൂടെ കെട്ടിയൊരുങ്ങി വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ. അത് ഞാൻ ബസ് കയറിയിട്ട് പറഞ്ഞുതരാം. കാരണം ബസ്സിൻ്റെ സമയമായി, 6:17 6:21 ബസ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ. ഇപ്പോഴും 6:21 6:22 ആ ടൈമിലാണ് വരിക. ഓക്കെ, പോട്ടെ. അതെ, ഇത് ഈ വിജനമായ വഴി കൂടെയാണ് രാവിലെ ഞാൻ നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ബസ് കയറിയാൽ ഈ റൂട്ട് വന്നാൽ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് നടക്കണം എൻ്റെ സ്ഥലത്തോട്ട്. പിന്നെ വേറെ അവിടെ ലൈക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തുന്ന ബസ്സുണ്ട്. അതാവുമ്പോൾ നമ്മൾ 2 ബസ് മാറിക്കയറണം. അപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. രാവിലെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ ഇറങ്ങി ഒരു 15 മിനിറ്റ്സ് നടക്കും. രാവിലെ ഒരു മോർണിംഗ് വാക്ക് പോലെ ആവും. പിന്നെ വൈകിട്ട് പോകുമ്പോൾ ആ 2 ബസ് മാറിക്കയറിയിട്ട് അങ്ങനെ മെല്ലെ പോകും. ഓക്കെ, ഇപ്പുറത്ത് കാണുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിംബ്ര. യൂണിവേഴ്സിറ്റി ഓഫ്
എഡിൻബ്രന്റെ ഭാഗം ഒരു ഭാഗം അനാട്ടോമിയിലെ ഏതാണെന്ന് എനിക്കറിയില്ല. ഇപ്പുറത്തുണ്ടല്ലേ ഇപ്പുറത്തുള്ളത് അവിടെ ഈ സൈഡ് അതും യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്ര. മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയുടെ ഏരിയ ആണ്. അതിന്റെ നടുക്ക് കൂടെയാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. ഈ നടന്നു പോയി നമ്മൾ മെഡോസ് എന്ന് പറഞ്ഞ പാർക്കിന്റെ അവിടെ എത്തും. പിന്നെ ആ പാർക്കിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. ഈ സ്ഥലത്ത് രാവിലെ ഒരു മനുഷ്യരുണ്ടാവില്ല. ഇടക്ക് കുറച്ച് ഇങ്ങനെ ഓടാൻ പോകുന്ന ആൾക്കാരൊക്കെ കാണും. ദിവസം ആ ഫോഗുള്ള ദിവസമൊക്കെ ഭയങ്കര പേടിയാവും കേട്ടോ ഇത് കൂടെ പോവാൻ. പിന്നെ ഈ സീകളും ഇതിനെ സീകളാണ്. എന്റെ കൈ സീകൾ വന്ന് കൊത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാന് ജോലിക്ക് പോകാൻ തുടങ്ങി 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് നമ്മുടെ പാൻട്രി ഏരിയ ഒക്കെ താഴെ അണ്ടർഗ്രൗണ്ട്. അപ്പൊ നമുക്ക് അവിടെ റേഞ്ച് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മളെല്ലാവരും യൂഷ്വലി പുറത്ത് സീറ്റിംഗ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാം. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന് ഈ സീകൾ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കൊത്തിക്കൊണ്ടുപോകും. അതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പുറത്തിരുന്ന് എന്റെ റാപ്പായിരുന്നു കേട്ടോ, ചിക്കൻ റാപ്പാ ഞാൻ കൊണ്ടുപോയത്. ഞാൻ അതിരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ബാക്കിൽ വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു. എന്റെ കൈ വന്നിട്ട് കൊത്തിയിട്ട് എന്റെ കൈ ഇറുക്കി ബീക്ക് കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ. എന്നിട്ട് ഞാൻ പേടിച്ചു. ഞാൻ അപ്പൊ തന്നെ അലറി. അപ്പൊ ആടെയുള്ളവരെല്ലാം എന്നെ നോക്കി. എന്റെ കയ്യിൽ നിന്ന് എന്റെ റാപ്പെല്ലാം തെറിച്ചു പോയി. എന്നിട്ട് ഞാൻ വേഗം ഓടി ഉള്ളിൽ കയറിട്ടോ. എന്നിട്ട് ഞാൻ വൈകിട്ട് നിത്യേച്ചിയോട് ചോദിച്ചിട്ട്, ഇവിടെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ, ഇത് കൊത്തി അവിടെ ഒരു കുത്ത് വന്നിനായിരുന്നു. ചോരൊന്നും അധികം വന്നില്ല. അതിനിപ്പോ കാണുമ്പോ എനിക്ക് പേടിയാ. ഞാനിപ്പോ ഫുഡ് ഇങ്ങനെ പൊത്തി വെച്ചാ തിന്നല്. അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കി പേടിച്ചൊക്കെയാ ഫുഡ് കഴിക്കാം. അപ്പൊ എന്താ ഞാൻ പറയാൻ വന്നേ, എന്നിട്ട് പിന്നെ നമ്മള് ഒരു NHS ഫാർമസി പോയിട്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു ആന്റിസെപ്റ്റിക് സാധനം തന്നായിരുന്നു, ഒരു ക്രീം, അത് ഇട്ടു. പിന്നെ ഞാൻ ഇത് കൊത്തി ഉടനെ അവിടെ നിന്ന് ഡെറ്റോളൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഒരു ക്രീമൊക്കെ ഇട്ടിട്ട് ഞാൻ ബാൻഡേഡ് ഇട്ടായിരുന്നു. പിന്നെ വൈകിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഫാർമസി കയറിയിട്ട് അത് മേടിച്ചിട്ട് പോയത്. നടക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്, മെഡോസ്. പിന്നെ ഇതിന്റെ നടുക്ക് കൂടെ നടന്നിട്ട് വേണം ഈ പാർക്ക് ഫുൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കണം. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് പ്ലേസ് എത്തി. പിന്നെ എൻ്റെ വർക്ക് പ്ലേസിൽ ഇവളെന്തിനാ വരുന്നതെന്നുള്ളതിൻ്റെ ആൻസർ, കുട്ടിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും കറങ്ങി നടക്കണം. അപ്പൊ ഇവക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇവള് എൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കാന്നുള്ള പേരിൽ അങ്ങ് ഇറങ്ങും രാവിലെ. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സ്റ്റാർബക്സ്, കോസ്റ്റ കോഫി, സ്റ്റാർബക്സ് എല്ലാ ദിവസവും കുടിക്കലില്ല, എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിച്ച് മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങി അടിച്ച് വീട്ടിലെത്തും. ലിഡില് ടെസ്കോയില് ആടെ ഇവിടെയൊക്കെ കേറി അങ്ങനെ നടന്ന് വീട്ടിലെത്തും. കൈയോടെ വീട്ടിലെത്തണ പരിപാടി ഇല്ല, വെറും കൈയോടെ വീട്ടിൽ കയറി പോല, എന്തെങ്കിലുമൊക്കെ സാധനം കയ്യിൽ വേണം. അതൊക്കെ മേടിച്ച് അങ്ങനെ വീട്ടിൽ പോകും. അപ്പൊ അതാണ് ഇവളീ രാവിലെ വരുന്നതിന്റെ ഉദ്ദേശം. എന്നിട്ട് ചോദിക്കുമ്പോ എന്താ പറയാ, നിന്നെ ഒറ്റക്ക് വിടണ്ടേ, നിനക്ക് പേടിയാവൂലേ ആ ഒറ്റക്ക് മറ്റേ വിജനമായ റോഡിൽ കൂടെ പോവാൻ, നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ. എന്നിട്ട് ഞാൻ ഇപ്പൊ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ തന്നെ ഇവളെന്ത് ചെയ്യും, ഒന്നും ചെയ്യൂല, ഇവളാദ്യം ഓടും. ഇവളുടെ സ്വഭാവം അറിയുന്നോണ്ട് ഞാൻ പറയുന്ന, ഇവളാദ്യം ഓടും. അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാ വരുന്നേ, എന്തെങ്കിലും പറ്റിയാലും നീ ഓടൂലേ. അപ്പൊ ഇതാണ് സംഭവം, ഇവക്ക് കറങ്ങി അടിക്കണം. വീട്ടില് ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇവള് വീട്ടിലിരിക്കുമ്പോ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക്, നമുക്ക് ബീച്ചിൽ പോയാലോ, നമുക്ക് അവിടെ പോയാലോ, നമുക്ക് ഇവിടെ പോയാലോ. ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം, അപ്പത്തേക്ക് തുടങ്ങി ആടെ പോവാ വീടെ പോവാ, എനിക്ക് കുറച്ച് റെസ്റ്റ് താന്ന് പറയും ഞാന്. അപ്പൊ അങ്ങനെ പിന്നെ ഇവള് ജോലി കഴിഞ്ഞ് വന്ന ദിവസമാണെങ്കിൽ അതൊന്നും പറയൂലേ, നേരെ വന്നിട്ട് ആ സോഫയിൽ ഒറ്റ കിടത്തമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഈ കോളേജ് ഇല്ല കേട്ടോ, നമുക്ക് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഹോളിഡേയാ, സമ്മർ വെക്കേഷനാ. ഇവിടെ നമുക്ക് സമ്മർ വെക്കേഷൻ 4 മാസാ.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലാസ് ഇല്ല, ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ എക്സ്ട്രാ ഷിഫ്റ്റ്സ് ഒക്കെ വരുന്നത്. യൂഷ്വലി ഇവിടെ നമുക്ക് 20 hours ക്ലാസ് ഉള്ള സമയത്ത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഡ്യൂറിങ് വെക്കേഷൻ സമയത്ത് നമുക്ക് 40 hours വരെ വർക്ക് ചെയ്യാം. സോ അതാണ് ഇപ്പം എക്സ്ട്രാ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ആക്ച്വലി ഇന്ന് രാവിലെ ഞാൻ പുറത്ത് കാണിച്ചിട്ട് പറഞ്ഞില്ല, അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവള് കൈ പുറത്തെല്ലാം ഇട്ട് നോക്കിയിട്ട് പറഞ്ഞ് തണുപ്പൊന്നുമില്ല, നീ എന്തിനാ ജാക്കറ്റ് ഇടുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ ജാക്കറ്റ് ഇടും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വെരി അൺപ്രഡിക്റ്റബിളാ. എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് വെയിൽ വരിക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മഴയാണെങ്കിൽ ഒരു 10 minute കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിൽ വരും, അങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞ് ഇന്ന് ഒന്നാമത് പുറത്ത് കുറച്ച് മൂടിയായിരിക്കുന്നേ, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ വല്ല മഴയൊക്കെ ആണെങ്കിൽ ജാക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു എന്തായാലും ഇട്ടേക്കാന്ന്. ഇട്ടില്ല, നല്ല ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ തണുക്കുണ്ട് ഇത്രേ, അതുകൊണ്ട് തണുക്കുണ്ടെന്ന് പറഞ്ഞു. തണുപ്പുള്ളോണ്ടാണെന്ന് തോന്നുന്നല്ലേ ഒരു കിതപ്പ് വരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചും കൂടെ നടന്ന് എൻ്റെ സ്ഥലത്തിട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ നടക്കുമ്പോൾ സൈഡിലൊക്കെ നമ്മളെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പോസ്റ്റർ ഒട്ടിച്ചിട്ട്. ഇവിടെ എഡിൻബ്രയിൽ ഓഗസ്റ്റ് മന്ത് ഭയങ്കര ഒരു സെലിബ്രേഷൻ മന്താ, ഒരു ഫെസ്റ്റിവൽ പോലെയാന്ന് തോന്നുന്നു അല്ലേ, ഫ്രിഞ്ച് ഫെസ്റ്റിവൽ എന്നാ പറയാ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടാവും ഓഗസ്റ്റില്, ഭയങ്കര ഫെസ്റ്റിവൽ ആണെന്നാ കേട്ടേക്കുന്നത്. ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത് ഇവിടെ നിന്നൊക്കെ. ദിവസം വിക്കിപീഡിയ എടുത്തപ്പോ ലൈക്ക് അതിന്റെ ഉള്ളിൽ പറഞ്ഞത് വേൾഡില് ഒളിമ്പിക്സ് നടക്കണ പോലെ ആണ് നമ്മുടെ ഫ്രഞ്ച് ഫെസ്റ്റിവൽ. ലൈക്ക് എന്തോ ആർട്ടിസ്റ്റിക് സംഭവം തോന്നുന്നു, കുറച്ച് ആർട്ട് ബേസ്ഡ് എന്തോ ഫെസ്റ്റിവലാ. കൊറേ ബാൻഡ് പെർഫോം ചെയ്യും. നമ്മുടെ കാസലിന്റെ അവിടെ വലിയ എന്തോ സ്റ്റേഡിയം പോലെ കെട്ടുന്നുണ്ട്. അത് അടിപൊളി സാധനമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പൊ അതൊക്കെ കാണാൻ പോണമെന്നുണ്ട്. അതൊക്കെ കാണാൻ പോകുമ്പോൾ ഞാൻ വിഷ്വൽസ് ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ആ പോസ്റ്റർ ഒക്കെ കണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക്. അതൊരു മിത്താണ് ആക്ച്വലി. സ്റ്റുഡൻസ് നമ്മളിപ്പോൾ അത് വിശ്വസിക്കണോ, കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ എത്രയോ ടൂറിസ്റ്റുകൾ പിള്ളേർ വരുന്നുണ്ടാവും. സംഭവം എന്താന്ന് വെച്ചാൽ എഡിൻബ്രയിൽ പഠിക്കുന്ന പിള്ളേര് എഡിൻബ്ര പഠിക്കുന്ന പിള്ളേരുന്നുണ്ടോ? ഓക്കെ, സംഭവം എന്താന്ന് വെച്ചാൽ സ്റ്റുഡൻസ് കാസിലിൽ അവര് പഠിക്കുന്ന സമയത്ത് അറിയാൻ പറ്റില്ല. ഐ തിങ്ക് എഡിൻബ്രയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്. എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ജോയല് പറഞ്ഞ ഇൻഫർമേഷനാ. ജോയല പറഞ്ഞേ. സംഭവം എന്താ വെച്ചാല് പഠിക്കുന്ന പിള്ളേര് കാസിൽ കയറരുത്, കാരണം അവര് എക്സാമിന് ഫെയിൽ ആവും എന്നാണ് പറയാ. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നേക്കാൾ മുമ്പ് കാസിൽ കയറരുത്, അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ അടിച്ച് ഇരിക്കും. അങ്ങനെയാണ് കേട്ടെ. ആ ഒരു ഭയത്തിൽ ഞങ്ങൾ ഇതുവരെ കാസിൽ കാണാൻ പോയിട്ടില്ല. കോഴ്സ് കഴിഞ്ഞിട്ട് വേണം കാസിൽ കാണാൻ പോവാൻ. നമ്മൾ പ്ലാൻ ചെയ്തതാ. പ്ലാൻ ചെയ്തപ്പോഴാണ് ജോയില് വന്നിട്ട് ഈ സംഭവം പറഞ്ഞത്. അപ്പം വേണ്ട, പ്ലാൻ ക്യാൻസൽ, ഇനി ഫെയിൽ ആവാൻ പറ്റില്ല. അതെ, കോഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ഇനി കാസിൽ കാണാൻ പോകുള്ളൂ. കാസിലിന്റെ ഉള്ളിലല്ല പരിപാടി. പരിപാടി കാസിലിന്റെ ഉള്ളിലല്ല, കാസിലിന്റെ പുറത്താണ് ഈ സ്റ്റേഡിയം ഒക്കെ കെട്ടിയിരിക്കണത്. അപ്പൊ അത് നമുക്ക് കാണാൻ പോകാൻ പറ്റുമല്ലോ. ടിക്കറ്റ് ഉണ്ടാവും. ടിക്കറ്റ് ഉണ്ടാവും, നോക്കാം. റേറ്റ് ഒക്കെ നമ്മുടെ ഒരു റേഞ്ചിൽ ഒതുങ്ങുന്നതാണെങ്കിൽ നമുക്ക് എന്തായാലും പോയിരിക്കും. അതെ, നമ്മൾ പോയാൽ നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ എടുത്ത് കാണിക്കാം. എവിടെയെങ്കിലും തിന്നണ്ട എന്തെങ്കിലും കണ്ട അപ്പൊ അങ്ങോട്ടേക്ക് പോകും. അല്ലല്ല, അങ്ങനെ നമ്മൾ എത്താറായി. ഇന്ന് യൂഷ്വലി നമ്മള് നേരത്തെ എത്തൂട്ടോ. ഞാൻ നേരത്തെ എത്തിയിട്ട് ഇവിടെ ഇരിക്കും പുറത്ത്. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നോണ്ട് ഞാൻ കറക്റ്റ് സമയത്ത്, എനിക്കൊന്ന് 7 മണി ആവാറായി. 7 മണിക്ക് തന്നെ എത്തുന്നത്. ഓക്കെ, ഇനി ഉള്ളിലത്തെ വീഡിയോ എനിക്ക് തോന്നുന്നില്ല ഞാൻ എടുക്കുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റോ? ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഞാൻ കയറി പോകുന്ന വീഡിയോ നീ എടുത്തു. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ വർക്ക് പ്ലേസ്.
സ്കോട്ട് മിഡ് കോപ്പറേറ്റീവ്. ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ആൾ വന്നിട്ടില്ല ഗൈസ്. ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. സമയം 6:56 ആയിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാൻ എപ്പോഴും നേരത്തെ എത്തും. 10-15 മിനിറ്റ് നേരത്തെ എത്തും എപ്പോഴും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. നേരത്തെ എത്തണത് ബെറ്റർ ദാൻ ലേറ്റ് ആയി എത്തണത്. ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് എൻഡ് ചെയ്യുമ്പോഴേക്ക് ഇത് പറഞ്ഞു വരുമായിരുന്നു. അപ്പോഴേക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്തു. അപ്പോഴാണ് മോട്ടിവേഷൻ തരുന്നായിരുന്നു. അത് എല്ലാവർക്കും അറിയണ കാര്യല്ലേ. അതാകുമ്പോ റിസ്ക് ഇല്ല. പിന്നെ എസ്പെഷ്യലി വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും ഓൺ ടൈം ആയിട്ട് എത്തണം. ലേറ്റ് ആവില്ല. അതെ. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തുന്നതാണ് എപ്പോഴും സേഫ്. അത്ര നോക്കാമുള്ളത് വേറെ കാര്യം. ലേറ്റ് ആയ ദിവസം മാത്രമേ ഒരു നോട്ടീസ് ചെയ്യുള്ളൂ. നേരത്തെ വരുന്ന ദിവസം നോട്ടീസ് ചെയ്യില്ല. അത് ശരിയാ. ഒരു ദിവസം ലേറ്റ് ആയാലും അത്രയും ദിവസം നമ്മൾ നേരത്തെയാണ് വന്നേന്നുള്ളത് ആരും ഓർക്കൂല. ഫയർ ചെയ്യും നമ്മളെ. പക്ഷെ ഫയർ ചെയ്യൂല. ഫയർ ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ചീത്ത അങ്ങനെ പറയും. ലേറ്റ് ആയത് എന്തിനാ, എന്തുകൊണ്ടാ ലേറ്റ് ആയേ, നാളെ മുതൽ ഓൺ ടൈം വരണം, അങ്ങനെയൊക്കെ പറയും. ഇവക്ക് കിട്ടാറുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. 2 മിനിറ്റ് ലേറ്റ് ആയിക്കാനാ എന്താ അറിയിച്ചേ. അപ്പൊ ബാക്കിയുള്ള ദിവസമൊക്കെ 10 മിനിറ്റ് നേരത്തെ. അതാ അതിന്റെ കണക്കാ. അതെന്തായാലും പറയാത്തേന്ന്. ഇന്നത്തെ സൂപ്പർവൈസർ വന്നു. ഞാൻ പോട്ടെ കേട്ടോ. ബൈ. 5x 1x ആണേ. ഞാൻ എടുത്തോട്ടെ. Follow mudas fantasia. Ada. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ലഞ്ച് ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ താഴെ പാൻട്രിൽ ഇരുന്നിട്ടല്ല കഴിക്കാറ്, മുകളിൽ പോയിട്ടാണ് കഴിക്കാറ്. പുറത്ത് ഔട്ട്സൈഡ് നിന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പോയി പുറത്തിരുന്ന് കഴിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ജോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ ടില്ലി കയറി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്നെനിക്ക് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പറഞ്ഞില്ലേ 2 ബസ് മാറി കയറാമെന്ന്. പക്ഷെ ആ ബസ് ഇന്നില്ല. 2 ബസ്സും ഇന്നില്ല. 24 ഇല്ല, 9 ഇല്ല. സോ ഞാനിപ്പോൾ വീണ്ടും രാവിലെ വന്ന് അതേ സ്റ്റോപ്പിലോട്ട് പോവാം. കാരണം ആ ബസ്സേ ഉള്ളൂ. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം കാറ്റുണ്ട്. ഇന്ന് മൊത്തത്തിൽ ആ മൂടിയ ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് വെയിൽ വന്നായിരുന്നെങ്കിലും ബാക്കി മൊത്തം ആ ഒരു ക്ലൈമറ്റ് തന്നെ. ഇപ്പോഴും ഭയങ്കര മൂടിയിരിക്കുക. മഴയൊന്നും പെയ്തില്ല പക്ഷെ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് നടക്കട്ടെ. എന്തായാലും എൻ്റെ യൂഷ്വലി പോകുന്ന ബസ്സില്ല. ബസ് നമ്പർ 24ഉം 9ഉം ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും 35-ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി കുറച്ച് നേരം വീട്ടിൽ പോയിട്ട് കാല് നീട്ടി വന്നിരിക്കണം. കാല് നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാമേ. കണ്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ ഫ്ലാറ്റ്. ഹലോ, നമുക്കിങ്ങനെ നമ്മുടെ റൂം നമ്പർ എഴുതാം. ഹലോ, തുറക്ക്, ഞാനാ. അപ്പോൾ കാവേരി ഇപ്പോൾ ഫോണെടുത്ത് അവൾ തുറന്നിട്ടുണ്ട്. ഓക്കെ, വീട്ടിൽ പോവാം. നമുക്ക് അവിടെ ഞെക്കിയാൽ നമ്മളെ റൂമിൽ കോള് പോകും. അപ്പം നമുക്ക് ഡോറ് തുറന്നു തരാൻ പറ്റും.
വരി കേറ് കേറ്. ഇപ്പൊ ചോദിച്ചതൊന്നുകൂടെ ചോദിക്ക്. ചായ വേണോ കോഫി വേണോ ഹോർലിക്സാണോ ബൂസ്റ്റാണോ? ഏതെങ്കിലും മതി. ഏതെങ്കിലും അല്ല, ഏതാ വേണ്ട പറ. ഹോർലിക്സ് മതി. ഹോർലിക്സ്. കാവേരി ഹോർലിക്സ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ഹോർലിക്സ്. ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ? ഞാനിതിൽ ഉണ്ടാക്കി. അങ്ങനെയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ടേസ്റ്റ് ഉണ്ടാവാറില്ല, ചില ദിവസങ്ങളിൽ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇന്നെങ്ങനെയുണ്ട് നോക്കട്ടെ. കുഴപ്പമില്ലല്ലോ. ഇന്ന് പാല് കൂടുതലാണെന്ന് തോന്നുന്നു. അമ്മേനെ വിളിക്കട്ടെ. ഈ സമയത്താണ് ജോലി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കുന്ന സമയത്താണ് വീട്ടിൽ വിളിക്കല്. അമ്മേനെ വിളിക്കാം. പുതിയ ബിസ്ക്കറ്റ് ഉണ്ട്, അത് ട്രൈ ചെയ്യണം. അതേതാണ്? ബട്ടറൊക്കെ മുക്കിച്ച് ഞാനാ പറഞ്ഞത്. ഞാനിവിടെ ഫോർ സ്പ്രെഡിങ് വിത്ത് ബട്ടർ. ഐ തോട്ട് ബട്ടർ ബിസ്ക്കറ്റ് എന്ന് എഴുതി വെച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ബട്ടർ കൊണ്ടുള്ള ബിസ്ക്കറ്റാണ്. ഹായ്, എന്റെ അമ്മേനെ വിളിച്ചിട്ട് നീയാന്നല്ല ഫോൺ എടുക്കുന്നത് ഇപ്പം. ആ മുഖം ഒന്ന് കാണിച്ചാ നോക്കട്ടെ. ഒരു ഹലോ പറഞ്ഞേ. ഹായ് പറ. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നുണ്ട്. നിനക്ക് ഉടനെ കാണാം ടിവിയില്. എൻ്റെ ഏറ്റവും വലിയ സബ്സ്ക്രൈബറാണിത് റിച്ചു. എന്റെ വീഡിയോ കണ്ടത് എന്നെ വീണ്ടും വീണ്ടും വെച്ച് കണ്ടോണ്ടിരിക്കും. അതെ, എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ ഈ കുഞ്ഞു കുട്ടി. അമ്മ എടുത്തു നിന്റെ വേസ്റ്റ് ഓഫ് മണി. ഓക്കെ, ജാഗ്യമ്മയും ഫുഡ് കഴിക്കോന്നപ്പം. എന്നാ പിന്നെ ഒന്ന് അങ്ങോട്ടേക്ക് നടക്കറാണെങ്കിൽ നടക്ക്. ഇത് ആളങ്ങി കിടക്കാണ്, കിടന്ന് സുഖം പിടിച്ചു പോയി. തടി വെക്കുന്നുണ്ടോ വീട്ടിൽ തന്നെ കുത്തിയിരുന്നിട്ട്? ഞാനൊക്കെ ആയിരിക്കണം. 2 മാസം ഇരുന്ന് കഴിഞ്ഞാ ഇങ്ങനെ വരും. ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് തടിക്കുന്നുള്ളൂ. എന്ത് ശരീരം, എനിക്ക് ഇഷ്ടല്ല അത്. ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ അതെന്റെ ബോഡിയിൽ അറിയും. എന്റെ ബോഡിയിൽ അറിയാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹായ്, ഇനി അടുത്ത വീഡിയോ എടുക്കുന്നില്ലേ അൺഫിൽറ്റേർഡ് ബൈ ജാബി ബൈ. ഇത് അൺഫിൽറ്റേർഡ് തന്നെ. എന്റെ ചീറ്റോസ് എടുക്കും ഇങ്ങോട്ട്. ഹോ, എന്റെ അമ്മേന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് പറഞ്ഞ ചീറ്റോസ് എടുക്കുന്നത്. അയ്യോ, അമ്മ ഒരു ഹലോ പറ ഇങ്ങോട്ട് നോക്കിട്ട്. ഹായ് ഹായ് പറ. അതെ, വീഡിയോ എടുക്കുന്ന. ഓർത്തു ഇവിടുത്തെ അമ്മമ്മയെല്ലാം എടുത്തു. ചന്ദ്രിയമ്മ ഇവിടെ കൊറേ ദിവസമല്ല കണ്ടിട്ട്. ഞാനും അതെ, കാണാനില്ല, അന്ന് പിഴങ്ങിപ്പോയ ആളാണ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഹലോ, എവിടെ കാണാനില്ലല്ലോ. സീരിയല് കാണുന്ന തിരക്കിലാന്ന്. നിങ്ങളെ വിവരം ഇല്ലല്ലോ. ഒരിക്കൽ പണങ്ങി പോയതാന്ന്, പിന്നെ കണ്ടിട്ടില്ല. ഇത്ര ദേഷ്യം ഉണ്ടാവും ഒരാൾക്ക്. നിന്നോട് ഹലോ പറയുന്നുണ്ട്, എന്നോട്. ഫേസ് ലുക്ക് ടയേർഡ്. എന്റെ ഫേസ് ലുക്ക് സോ ടയേർഡ്. ദാറ്റ്സ് ബിക്കോസ് ഞാൻ 8 മണിക്കൂർ ജോലി ചെയ്ത് വന്നതാ. നീ ഇവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയതിന്റെ ടയേർഡ്നെസ്സാ. വീണ്ടും എനിക്ക് ഉറക്കം വന്നുണ്ട്. നല്ല കാര്യം. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ ഞാൻ ഓടാനും ഇവള് നടക്കാൻ എന്നാണ് പറയുന്നത്, കണ്ടറിയാം. അതിന് പോവാണ്. എന്നോട് ഡോക്ടർ ഓടാൻ പോകാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ഇവിടുത്തെ GP കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
എന്നോട് ഡോക്ടർ പറഞ്ഞു റണ്ണിങ് ചെയ്യണം എന്ന്. ഇനിയിപ്പോൾ റണ്ണിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് ചെയ്യലുണ്ട്. പിന്നെ ഡോക്ടർ ഓടാൻ പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിൻ്റെ മുന്നിൽ പാർക്കുണ്ട്. അപ്പോൾ വിചാരിച്ചു ഓടിത്തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓടാൻ പോവാണ്. ഞങ്ങളുടെ വീടിന് നേരെ മുമ്പിൽ തന്നെ വലിയൊരു പാർക്കുണ്ട്. എനിക്ക് ഈ ക്ലൈമറ്റ് ഇഷ്ടമല്ല, ഭയങ്കര മൂടിയ ക്ലൈമറ്റാണ്. പിന്നെ എന്താ തണുപ്പുണ്ട്. പിന്നെ ഓടുമ്പോൾ ചൂടെടുക്കും. അതാ പിന്നെ ഞാൻ ജാക്കറ്റ് പോലെ ഒന്നും ഇടാഞ്ഞ്. ഓക്കെ, എന്നാൽ ഞാൻ പോയി ഓടിയിട്ട് വരാം. നിന്റെ മുടി. അപ്പം ഞാനിന്ന് കുറച്ച് ഓടിയുള്ളൂ, കാരണം കുറേ ഓടാൻ പറ്റില്ല. ഇന്ന് സ്റ്റാർട്ടിങ് അത്രയല്ല, മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാന്ന് ചോദിച്ചു. ഇനി കുറച്ച് ജമ്പിങ് ജാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് കാർഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. മെല്ലെ മെല്ലെ ഓട്ടം ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ഈ പാർക്കിൻ്റെ പകുതി റൗണ്ട് ഞാൻ ഓടി. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെയിറ്റ് അങ്ങനെ ഓടിയിട്ടുള്ളൂ. കാരണം ഒറ്റ അടിക്ക് അങ്ങ് ഓടാൻ പറ്റില്ല, ഭയങ്കര ശ്വാസം ഇതാവണം. പിന്നെ ഇപ്പം അനക പുറത്ത് പോയേക്കായിരുന്നു. അപ്പം അനക വീട്ടിൽ വന്നിട്ട് വിളിച്ചിട്ടുണ്ട്. അവൾ കീ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ അവിടെ എത്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി ജമ്പിങ് ജാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ പറഞ്ഞു ഓടുന്നതാണ് ഏറ്റവും നല്ലത്, ഗട്ട് ഹെൽത്തിന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓടാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എക്സസൈസ് ചെയ്യലുണ്ട്. പിന്നെ ഇവിടെ പാർക്കുള്ളത് കൊണ്ട് ഞാൻ ഓട്ടം കാണുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഓടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിലും നല്ലത് വീട്ടിലത്തെ എക്സസൈസാണ്. ഞാൻ വീട്ടിൽ ഒരു 45 മിനിറ്റ്സ് ഓളം, മാക്സിമം 45 മിനിറ്റ്സ് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടാണ് ചെയ്യല്. മുന്നേ നാട്ടിൽ ജിമ്മിൽ പോവായിരുന്നു, ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ചെയ്യല്. ഇപ്പം അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓടാൻ വന്നതാ. ഓക്കെ, അപ്പോൾ അനക പുറത്ത് പോസ്റ്റ് ആവും, പോവാ. ഓക്കെ, അനക വന്നു ഗൈസ്. ഞങ്ങൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടൊരു തീരുമാനം എടുത്ത്. ആക്ച്വലി ഇന്ന് രാത്രി ഫുഡ് ചിക്കൻ റാപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു മലയാളി കുട്ടിയുണ്ട്, കണ്ണൂർക്കാരി, എൻ്റെ നാട്ടുകാരി തന്നെ കേട്ടോ. അവളുടെ ഒരു ഫോൺ അടിക്കുന്നുണ്ട്. അവളുടെ ഒരു വീഡിയോ കണ്ടൊരു ഷവർമ്മ കഴിക്കാൻ പോയത്. അപ്പം ഞങ്ങൾക്കും തോന്നി അവിടെ ഒന്ന് പോയി കഴിച്ചാൽ. അവൾ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷവർമ്മയാന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് കഴിക്കാമെന്ന്. അപ്പം എല്ലാവരും കൂടെ പോവാൻ വേണ്ടിയിട്ട് പോന്നാന്ന്. ഇന്നത്തെ ചിക്കൻ വന്നിട്ട് മസാല പുരട്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം അങ്ങോട്ട് പോവാ. മമ്മി നടത്തം കഴിഞ്ഞ് ഞാനിട്ട ആ നടക്കാൻ പോയ ഡ്രസ്സിന് ഒരു ജീൻസ് ഇട്ടിട്ടാണ് പുറത്തു പോകാൻ പോകുന്നത്. ഇതിന്റെ മുകളിൽ ഒരു സെറ്റർ എടുത്തിട്ടാ. അമ്മേ ഒന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ച്. ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു, അതിനെടുത്തിന് മാറ്റി. അല്ല, അതിന് ഞാൻ വന്നിട്ട് മസാല വരട്ടിയിട്ട് എടുത്ത് വെക്കും. നാളെ ഒരു സിമ്പിൾ ബിരിയാണി വെക്കാൻ പറഞ്ഞേർന്നേ. എന്താ ബിരിയാണി വെച്ചൂടെ? ബിരിയാണി മതി അമ്മ. ചിക്കൻ ചോറ് എന്റെ അമ്മയോട് ഞാൻ ബിരിയാണി അല്ലേ വയ്ക്കുന്നത്. ഞാൻ ചിക്കൻ ചോറ് ചിക്കൻ ചോറ് പറഞ്ഞ അമ്മ സിമ്പിൾ ബിരിയാണിയെ. ചിക്കൻ ചോറ് മതി. ശരി. നമ്മള് പുറത്തിറങ്ങിയത് മഴ പെയ്തു, കാണുന്നുണ്ടോ? അല്ല, താങ്ക് യു. ഞങ്ങളിത് ഇവിടെയാണ് ഷവർമ്മ കഴിക്കാൻ വന്നത്. നമ്മള് ഷവർമ്മ ഓർഡർ കൊടുത്തു. 1/2 hour പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ ഏരിയ ഒന്ന് ചുമ്മാ അത് നോക്കി കണ്ടിട്ട് വീഡിയോ ഉണ്ട്.
ഞങ്ങളപ്പോ കുറച്ചും കൂടെ നടക്കാന്ന് വിചാരിച്ചു. അതെ, ഇവിടെ ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഒരു പള്ളി കണ്ടപ്പോ ആ പള്ളീന്റെ അങ്ങോട്ടേക്ക് വന്നു. ദേ ഇതാണ് പള്ളി. പക്ഷെ ഇതിനകത്ത് നമുക്ക് അലൗഡ് ആണോ? കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ആ, എന്താ നോക്കാം. കേറണോ? സോറി, ഞാനൊന്ന് മേടിച്ചതാ, എനിക്കറിയില്ല, പെട്ടെന്ന് മേടിച്ചു. ആരും ഇല്ല ഇവിടെ. എന്നാലും അതെന്താ ഞാൻ പേടിച്ചേ? തിരിഞ്ഞോക്കണ്ട പൊക്കോ, ആരും വരുന്നില്ലല്ലോ അല്ലേ? അവളുടെ മേത്ത് കയറിക്കോളും. നീ വന്നേ, ഞാൻ ഓൾറെഡി എന്നാലും ഉണ്ടല്ലേ ഡ്രൈലോ പാരിഷ് ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്. എന്തായാലും ബെല്ലടിച്ചിട്ട് തല പോലത്തെ പള്ളിയൊന്നുമില്ല. ബെല്ലടിച്ചിട്ട് അനുഭവം കണ്ട പോലത്തെ പള്ളിയല്ല അത്. അതിന്റെ ഉള്ളതായിരിക്കും വരാത്തെ. ആരിക്കാ പേടി ഇവിടെ എന്നെക്കാളി? വേണ്ട, മറ്റേ യൂട്യൂബിൽ ഇടാനായിട്ട്. അപ്പൊ നിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തോണ്ടേ വേണ്ടേന്ന്. ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ വന്നത്. ഇവളുടെ പേര് മെൻഷൻ ചെയ്തു. ഇവളുടെ പേര് മേഘ. നീ ഇവിടെ വന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ നോക്ക്. നീ പ്രൊമോഷൻ ചെയ്യ്. ഷവർമ്മ കിട്ടി. ഞാൻ പേടിച്ചിട്ട് ഇന്ന് ഭയങ്കര പാച്ചാപ്പാറല്ല. ഷവർമ്മ കഴിച്ച് വയറ് ഫുള്ളായി. ഇവിടുന്ന് നമ്മള് മുന്നേ ഒരു ഷവർമ്മ കഴിച്ചിട്ടുണ്ട്, അത് തീരെ കൊള്ളത്തില്ലായിരുന്നു. ഈ ഷവർമ്മ ബെറ്റർ ദാൻ അന്ന് കഴിച്ച ഷവർമ്മ. പക്ഷെ നമ്മളെ നാട്ടിലെ ഷവർമ്മേന്റെ ഇത്രയും എത്തൂല. പക്ഷെ ഭയങ്കര ഫില്ലിങ്ങാ. ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും വയറിങ്ങനെ നിറഞ്ഞ്, പാതിയല്ല, ഒരു ലാസ്റ്റ് ഒരു ഇത്തിരി കഷ്ണം എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. എന്റെ വയറ് ഫുള്ളായിപ്പോയി. എനിക്കിപ്പോ ഉറക്കം വരുന്നു, ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ എന്താ അങ്ങനെ ഷവർമ്മ തിന്നു. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന്. അപ്പൊ അത് കഴിച്ചു. ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പോകാനുണ്ട്, മോറിസൺ. അവിടെ പോയിട്ട് ഒരു 2-3 സാധനം മേടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്താന്നറിയില്ല, ജാൻവിയുടെ ഇൻട്രസ്റ്റ് മൊത്തം പ്ലേറ്റുകളില, ഗ്ലാസ്, ജാൻവി എപ്പ പോയാലും ഇപ്പൊന്നല്ല, വീടിന്റെ ഹൗസ് ലൈക്ക് വീടിന് വേണ്ടി, എന്റെ വീടിന് വേണ്ടി നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതലാണ് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ. കുറച്ചും കൂടി പ്ലേറ്റുകൾ നല്ല മഞ്ഞുള്ളത് വന്നു. പ്ലെയിനാ ജാൻവി, ഹോട്ടലിൽ കൊടുക്കാൻ പോലത്തെ പ്ലേറ്റ്. ഞാൻ ഉറക്കം വന്നിരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഷവർമ്മ കഴിച്ചിട്ടേ കുളിക്കണം. ആ ചിക്കൻ വെള്ളത്തിലിട്ട് ഞാൻ പോയിട്ട് മുറിച്ചിട്ട് മസാല പുരട്ടി വെക്കണം എന്നാ വിചാരിച്ചത്. അതിന് നടക്കും തോന്നില്ല. അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. രാവിലെ മസാല അങ്ങനെ വെച്ചൂടെ ഫ്രിഡ്ജില്? ആന്റിനോട് ആന്റി ഉറങ്ങി. നാട്ടില് സമയം ഒരുപാടായേ, ചോദിക്കായിരിക്കും. ഞാൻ അങ്ങനെയല്ലേ വെച്ചു. നീ അങ്ങനെയാ വെച്ചല്ലേ അന്ന്? അത് നോക്കാം, ചോദിക്കാം ആരോടെങ്കിലും. പിന്നെ കുളിക്കണം. ഇനിയിപ്പോ കുളിക്കണം, കിടക്കണം, അതേ ഉള്ളു. രാവിലെ എണീച്ചതല്ലേ, എന്തോ പോലെ ഉണ്ട്, ടയർഡായി.
അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പുറത്തു പോയിട്ട് പെട്ടെന്ന് വരുന്നു വിചാരിച്ചെങ്കിലും പുറത്തു പോയിട്ട് ലേറ്റായി. പിന്നെ വന്ന് അപ്പം തന്നെ കുളിച്ച് ബാക്ക് ടു മൈ നൈറ്റ് ഡ്രസ്. പിന്നെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. എനിക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണടഞ്ഞു പോവാ. അതെന്റെ മുഖത്ത് മനസ്സിലാവുന്നുണ്ടാവും. ഒന്നാമത് ഇന്നലെ കിടക്കാൻ ലേറ്റ് ആയിരുന്നു. ഇന്നലെ കിടന്നപ്പോ എനിക്ക് തോന്നുന്നു 12:30 എന്തോ ആയിണ്ട്. എന്നിട്ട് ഇന്ന് ഞാൻ 4:45 ആയപ്പോ ഉറക്കം ഞെട്ടി. 5 മണിക്കാണ് എണീറ്റെങ്കിലും അത്ര നേരം ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇന്ന് ഷിഫ്റ്റും കഴിഞ്ഞ് ഓടാനും പോയി, പിന്നെ പുറത്തും പോയി, ഒക്കെ കൂടെ ആയപ്പോൾ എനിക്ക് ക്ഷീണമായി. അപ്പം ഞാൻ കുളിച്ചു, സ്കിൻ കെയറും അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഒരു വർക്കുള്ള ഒരു ദിവസം, ജോലിക്ക് പോകുന്ന ഒരു ദിവസം ഇങ്ങനെയാണ്. അതിൽ ആ രാത്രി ഫുഡ് കഴിക്കാൻ പോയത് എപ്പോഴും അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ അങ്ങനെ പോയെന്നേ ഉള്ളൂ. അല്ലാത്ത ദിവസം നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും. യൂഷ്വലി നമ്മൾ എന്താ ഉണ്ടാക്കാറ്? ചിക്കൻ കറി, ചോറ്. ചോറ് നമ്മൾ അധികം രാത്രി തിന്നലില്ല. നമ്മൾ ചോറ് തിന്നൽ വളരെ കുറവാണ് രാത്രി. നമ്മള് ഫ്രൂട്ട്സ് കഴിക്കലുണ്ട്. പിന്നെ ഇതുപോലെ റാപ്പും പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല്. പിന്നെ ഇടക്ക് പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി ഒരു ദിവസം പോകുന്നത്. ഇന്ന് പിന്നെ പെട്ടെന്നുണ്ടായ പ്ലാനിൽ പുറത്തു പോയിന്ന് മാത്രം. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങളെല്ലാവരും കുറേ പേര് എൻ്റെ ഷോർട്സിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഒരു ഫുൾ ഡേ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇതാണ് വർക്ക് ഡേ ഉള്ളൊരു ദിവസം. ഇനി നമുക്ക് ഹോളിഡേ ഉള്ളൊരു ദിവസമൊക്കെ വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം കാണിക്കാം. ഇനിയിപ്പം യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റാർട്ടാകുമ്പം കുറേയൊക്കെ മാറും. കോളേജും വർക്കും എല്ലാം കൂടെ ഒരുമിച്ച് വരും. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അത് എനിക്ക് കോളേജ് നമുക്ക് വെക്കേഷൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പം ആ ഒരു ഇത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ആ ഒരു ഫേസ് എങ്ങനെയായിരിക്കുന്നു കോളേജും വർക്കും എല്ലാം കൂടെ വരുമ്പോൾ. അതിനി സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുമ്പോൾ അറിയാം. അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പം ഈ ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോ വേണമെങ്കിൽ അത് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ അതും നിങ്ങളെ ചെയ്തിട്ട് കാണിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ബൈ. മൂക്ക് ഇവിടെ കുരുണ്ട് എന്താന്ന് എനിക്കറിയില്ല. സഡൻ ആയിട്ട് കുറേ കുരു മുഖത്ത് വന്ന്. ഐ ഡോണ്ട് നോ എന്താന്ന്. മേ ബി ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പൊ ക്ലൈമറ്റ് ചൂടുന്ന് മാറി തണുപ്പിലോട്ട് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇന്ന് നമുക്ക് കുറേ നാൾക്ക് ശേഷം ഒന്ന് തണുത്തു ഭയങ്കരമായിട്ട്. ഇത്ര നാളും ചൂട്. ഇന്ന് രാവിലെയൊക്കെ ചൂടെടുത്തായിരുന്നു. ഉറക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ചൂടുണ്ടായിരുന്നു. വെറുതെ അല്ല എനിക്ക് ചൂടെടുത്തത്. പക്ഷെ ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാ. 21 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അപ്പൊ അങ്ങനെ അത് ഞാൻ ഇന്ന് രാവിലെ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ ഹീറ്റർ ഇട്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഹീറ്റർ ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് രാവിലെ ചൂടെടുത്തത്. എന്നാലും കുറെ നാളായി ഭയങ്കരമായിട്ട് തണുത്തിട്ട്. നമ്മളിപ്പം നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തു പോകാറുണ്ട്, അല്ലെങ്കിൽ ജാക്കറ്റ് ഒക്കെ എപ്പോഴും ഇടണം. ഇപ്പൊ അങ്ങനെ ആവശ്യം വരലില്ല. അപ്പൊ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മെല്ലെ മെല്ലെ ജാക്കറ്റിൻ്റെ ആവശ്യം വന്നു തുടങ്ങി, തണുപ്പ് വരാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ. ഇനി ഞാനിരുന്നാലേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങണം എങ്ങനെയെങ്കിലും. ഓക്കെ, ബൈ. ടാറ്റ പറഞ്ഞു. ടാറ്റ. ഓക്കെ, അയ്യോ എൻ്റെ മുടി. ടാറ്റ.